പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു 10 ആഴ്ചത്തെ നമ്മൾ ഒരുമിച്ചുള്ള ഒരു യാത്രയുടെ ഒരു ആത്മീയ സഞ്ചാരത്തിൻ്റെ ആ ഒരു കോഴ്സിൻ്റെ ഒരു അവസാനത്തെ ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആ, ഞാനിന്ന് ഇരുന്ന് ചെയ്യുന്നത് കണ്ണൂരടുത്തുള്ള ഒരു ഇടവകയിൽ കുട്ടികളുടെ ധ്യാനമാണ്. ഷിപ്പു ഞാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിത് രാവിലെ ചെയ്യുന്നത് നിങ്ങളോടൊപ്പം. ഇന്ന് നമ്മളെല്ലാം കഴിഞ്ഞു പോയ ക്ലാസ്സുകളിലൂടെ എല്ലാം കടന്നു വന്നപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പരസ്പരം പങ്കുവെച്ചത്. ഒന്ന്, സുവിശേഷത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഒന്ന്, ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൽ നിന്ന് ഞാൻ വന്നു, തിരിച്ച് ഞാൻ ദൈവരാജ്യത്തിലേക്കാണ് പോകേണ്ടത്. രണ്ട്, ഈ ദൈവരാജ്യം സ്നേഹിക്കുന്ന പിതാവ് ഭരണം നടത്തുന്ന ഇടമാണ്. എന്നെ വ്യക്തിപരമായി അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്ന ദൈവം. ആ സ്നേഹം ഞാൻ അനുഭവിച്ച് മറ്റുള്ളവരുമായി പങ്കുവെക്കണം. അതിനെനിക്ക് കഴിയാതെ വന്നത് അല്ലെങ്കിൽ വരുന്നത് എൻ്റെ പാപാവസ്ഥ മൂലമാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ നാം പാപത്തോടെയാണ് പിറന്നത്. ഈ പാപാവസ്ഥയിലെ അടിമത്തത്തിലായിപ്പോയ എന്നെ ദൈവപുത്രനായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ജനിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് മഹത്വീകരിക്കപ്പെട്ട് അവിടുന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ചു. അവിടുന്ന് നേടിത്തന്ന രക്ഷ എനിക്ക് വളരെ വ്യക്തിപരമായി സ്വന്തമാകണമെങ്കിൽ ഞാൻ വിശ്വസിക്കണം. ആ വിശ്വാസം അടിസ്ഥാനപരമായി എൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, തെറ്റുകൾ കർത്താവിനോട് ഏറ്റുപറയുന്ന വിശുദ്ധ കുമ്പസാരമാണ്. വിശ്വാസ പ്രത്യുത്തരത്തോടൊപ്പം മാനസാന്തര പ്രത്യുത്തരം, സമ്പൂർണമായ സമർപ്പണം എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാകണം. മാനസാന്തരം എന്ന് പറയുന്നത് പരിപൂർണമായ സമർപ്പണമാണ്. ഇനി ഞാനല്ല, കർത്താവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന തിരിച്ചറിവോടെ ഈ ലോകത്തിൽ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നതാണ്. അങ്ങനെ വിശ്വാസ മാനസാന്തര പ്രത്യുത്തരത്തിൽ ആഴപ്പെടുന്ന ഞാൻ, എന്നിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ആത്മാവിനെ സജീവമാക്കുന്നു. മാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഉദാശകളിലൂടെയും എന്നിൽ വരുന്ന ആത്മാവിനെ ജ്വലിപ്പിക്കാൻ ദൈവം സഹായിക്കുന്നു. അങ്ങനെ ആത്മാവിൽ ജ്വലിക്കുന്ന ഞാൻ, ആത്മാവിൻ്റെ കൃപാവരങ്ങളിൽ നിറഞ്ഞ ഞാൻ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലാണ് വളരുന്നത്. ക്രൈസ്തവ ജീവിതം ഒറ്റയ്ക്കുള്ള ജീവിതമല്ല, അതൊരു ട്രിനിറ്റേറിയൻ ജീവിതമാണ്, ഒരു കൂട്ടായ്മയുടെ ജീവിതമാണ്. ഈ കൂട്ടായ്മ നമ്മളെ കൊണ്ടുപോകുന്നത് എപ്പോഴും കർത്താവിൻ്റെ സുവിശേഷം പങ്കുവെക്കാനാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കാനാണ്, സ്നേഹിക്കുന്ന പിതാവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനാണ്. അങ്ങനെ ലോകമെങ്ങുമുള്ള സകലരോടും കർത്താവിനെ പങ്കുവെച്ച് പരിശുദ്ധ സഭയിൽ സജീവമായി നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ നമുക്കാവണം. ഇതാണ് നമ്മൾ പങ്കുവെച്ച ഒരു വശം. രണ്ട്, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ജോഷിയച്ചൻ 1-2 പ്രാവശ്യം ജോഷിയച്ചൻ എത്തിയിട്ടുണ്ടാവില്ല, കുടുംബവുമായി ബന്ധപ്പെടുത്തി ഇതിനെല്ലാം ചേർത്ത് വെച്ച് പറഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു ഇടമാണ് കുടുംബരാജ്യമെന്നും, സ്നേഹം വളരുകയും വലുതാവുകയും പുഷ്പിക്കുകയും ചെയ്യുന്ന ഇടമാണ്, സ്നേഹം പങ്കുവെക്കാൻ പറ്റിയ സ്ഥലമാണ്. പാവാവസ്ഥ ഒരു മനുഷ്യനിൽ വളരാനും അതിന് വളവിട്ട് കൊടുക്കാനും പറ്റിയ ഇടമാണ് കുടുംബം. ആ കുടുംബത്തിലാണ് യേശുക്രിസ്തു രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. കർത്താവിന് വേണ്ടി എൻ്റെ കുടുംബത്തെ പരിപൂർണമായി കർത്താവിനെ അറിഞ്ഞ കുടുംബമായി മാറണം. എൻ്റെ വിശ്വാസ മാനസാന്തര പ്രത്യുത്തരം പടിപടിയായി വളരുന്നത് കുടുംബത്തിലാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ സജീവമാകുന്ന ആത്മാവിനെ നാം സ്വീകരിക്കുന്നത് ഒരു കുടുംബ ബന്ധത്തിൽ നിന്നാണ്. കൂട്ടായ്മ, ഏറ്റവും അടിസ്ഥാനപരമായ കൂട്ടായ്മയാണ്. സുവിശേഷം പ്രഘോഷിക്കാനുള്ള ടീം ബിൽഡിംഗ് ആണ് കുടുംബം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുള്ളത്. ഇന്ന് കുടുംബത്തെക്കുറിച്ച് കുറച്ച് ചിന്തകൾ കൂടി പങ്കുവെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇത് എൻ്റെ കുടുംബമാണ്. കുടുംബം എന്ന് പറയുന്നത് ഒരു ശ്രീകോവിലാണ്. ശ്രീകോവിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ എഴുതിയ അപ്പസ്തോലിക പ്രബോധനത്തിൽ അതുണ്ട്. ഈ വാക്ക് നമുക്ക് 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ കാണാം. ശ്രീകോവിൽ എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന അതിപ്രധാനമായ ഒരു ഇടമെന്നാണ്. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇടമാണ്. ദേവാലയത്തിലെ സക്രാരിയിൽ ദിവ്യകാരുണ്യനാഥൻ സവിശേഷമാവിധം വസിക്കുന്നത് പോലെ ഓരോ കുടുംബവും ദൈവം ജനിച്ച് വളർന്ന് ജീവിച്ച് വലുതാവുന്ന ഇടമാണ് എന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തും. മനുഷ്യ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ ഓരോ കുഞ്ഞും മനസ്സിലാക്കുന്നത് കുടുംബത്തിൽ നിന്നുമാണ്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും
അത് ഏത് ജീവിത മേഖലകളാകട്ടെ, ഏത് ജീവിതാന്തസ്സാകട്ടെ, ഏത് ജോലി മേഖലകളാകട്ടെ, അതിനെല്ലാം വേണ്ട ഊർജം ആദ്യം സ്വീകരിക്കുന്നത് കുടുംബത്തിലുള്ളവരിൽ നിന്നുമാണ്. കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യ ജീവിതത്തെ നമുക്ക് കാണുക സാധ്യമല്ല. അതുകൊണ്ട് സഭ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുതൽ സഭ, ആദ്യകാലം മുതലേ സഭ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷെ രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ് ഈ ഒരു പ്രയോഗം വളരെ ശക്തമാക്കിയത്. കുടുംബം ഒരു ഗാർഹിക സഭയാണ്, അല്ലെങ്കിൽ നാം വിളിക്കുന്ന പരിശുദ്ധ സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണ് കുടുംബം എന്ന് പറയുന്നത്. അത് ഏറ്റവും മനോഹരമായ ഒരു ചിന്തയാണ്. ഗാർഹിക സഭ, ആദിമസഭ വളർന്നത് മുഴുവൻ ഗാർഹിക സഭയുടെ, ഒരു കുടുംബ സഭയുടെ ചുറ്റുവട്ടത്തിലും അകത്തളത്തിലും അതിൻ്റെ നിരന്തരമായ പരിചരണത്തിലുമാണ് ആദിമസഭ വളർന്നത്. നമുക്കറിയാം, ആദിമസഭ ഒരുമിച്ച് കൂടിയതെല്ലാം കുടുംബങ്ങളിലായിരുന്നു. അവർ അപ്പം മുറിക്കാനാകട്ടെ, അവർ പ്രാർത്ഥിക്കാനാകട്ടെ, അവർ വിശുദ്ധ വചനങ്ങളെ വ്യാഖ്യാനിക്കാനാകട്ടെ, അവർ ഒരുമിച്ച് വന്നത് കുടുംബങ്ങളിലായിരുന്നു. അപ്പോൾ നമ്മുടെ സഭയെ ഏറ്റവും സജീവമാക്കുന്ന, സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കോശമെന്ന് വിളിക്കാവുന്നത് അത് കുടുംബമാകുന്ന ഗ്രഹസഭയെയാണ്. ഈ ഗാർഹിക സഭ ആ പ്രയോഗത്തെ കുറച്ചും കൂടെ മനോഹരമാക്കുന്ന ഒന്നാണ് കുടുംബം ഒരു ദേവാലയം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം ദൈവം വസിക്കുന്ന ഇടമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും സജീവമായ സാന്നിധ്യമുള്ള ഇടമാണ്. അപ്പോൾ കുടുംബം ദേവാലയമാകുമ്പോൾ, അല്ലെങ്കിൽ ദേവാലയമായി കുടുംബത്തെ രൂപപ്പെടുത്തുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്? അതിൽ ഒന്നാമതായി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൂദാശയും കൂദാശ പരികർമ്മം ചെയ്യുന്നത്. ഒരു ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? അവിടെ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നു, കൂദാശകൾ അവിടെ അനുഷ്ഠിക്കപ്പെടുന്നു എന്നുള്ളതാണ്. 4 ചുവരുകളുള്ള ഒരു കെട്ടിടം ആശീർവദിച്ച് അത് ദേവാലയമാക്കുമ്പോൾ, നമ്മുടെ വീടിന് 4 ചുവരുണ്ട്, വാതിലുണ്ട്, ജനലുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അത് ദേവാലയമായി നമ്മൾ അവിടെ വേറെ കൂദാശ ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ദേവാലയമായി കൂദാശ ചെയ്യപ്പെടുന്ന ഒരിടത്ത് എന്ത് സംഭവിക്കുന്നു? നിരന്തരം കൂദാശകൾ പരികർമ്മം ചെയ്യുന്നു. മാമോദീസ എന്ന കൂദാശ അവിടെ പരികർമ്മം ചെയ്യും. സ്ഥൈര്യലേപനം എന്ന കൂദാശ ദേവാലയത്തിൽ പരികർമ്മം ചെയ്യുന്നു. വിശുദ്ധ കുർബാന അനുദിനം അത് പരികർമ്മം ചെയ്യുന്നു. കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നു. വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നു. പൗരോഹിത്യം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നു. ഇങ്ങനെ ഒരുപക്ഷെ രോഗിലേപനം എന്ന് പറയുന്ന ആ കൂദാശ മാത്രമായിരിക്കാം അതിന് പുറത്ത് വന്ന് അധികം ചെയ്യുന്നത്. ഈ കൂദാശകളെല്ലാം പരികർമ്മം ചെയ്യാൻ വേണ്ട തൈലം ആശീർവദിച്ച് വ്യഞ്ചരിച്ചെടുക്കുന്നത് ഒരു ദേവാലയത്തിലാണ്. അപ്പം ദേവാലയമായി ഒന്നിനെ മാറുന്നത് അവിടെ കൂദാശ, ദേവാലയം തന്നെ കൂദാശ ചെയ്യപ്പെടുന്നു. ആ കൂദാശ ചെയ്യപ്പെടുന്ന ദേവാലയത്തിൽ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നു. നമ്മുടെ ദേവാലയങ്ങളിലെല്ലാം ഒരു അൾത്താരയുണ്ട്. കർത്താവിൻ്റെ ആത്മസമർപ്പണമാണ്. സമ്പൂർണമായി ദൈവം നമുക്ക് വേണ്ടി നൽകിയതിനെയാണ് നാം അവിടെ അനുസ്മരിക്കുന്നത്. ഇവിടെ കുടുംബവുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് നാം ഇതിനെ മനസ്സിലാക്കുക, സഭ ഇതിനെ പങ്കുവെക്കുക? കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന, നമ്മുടെ ഗ്രഹസഭയിൽ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നവർ ദമ്പതികളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. ദമ്പതികൾ തന്നെയും ദേവാലയത്തിൽ വെച്ച് കൂദാശ ചെയ്യപ്പെടുകയാണ്. ക്രൈസ്തവമായ വിവാഹം എന്ന് പറയുന്നത് രണ്ടുപേർ ഒരുമിച്ച് വന്നെടുക്കുന്ന ഒരു ഉടമ്പടി മാത്രമല്ല, അതിനൊരു കൗദാശികമായ മാനവുമുണ്ട്. അത് കൂദാശ പരികർമ്മം ചെയ്യപ്പെടുകയാണ്. ദമ്പതികൾ, വരനും വധുവും കർത്താവുമാണ് അവിടെ ഉള്ളത് എന്ന് നമുക്കറിയാം. ആ കൂദാശയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ വരനും വധുവും കർത്താവുമാണ്. അവിടെ കൂദാശ ആയി വിവാഹത്തെ പരികർമ്മം ചെയ്യുന്ന ദമ്പതികൾ അവരുടെ വിവാഹ കട്ടിലിൽ അവർ നിർവഹിക്കുന്ന ദാമ്പത്യ ധർമ്മ നിർവഹണം, അവരുടെ സെക്ഷുവൽ റിലേഷൻഷിപ്പ്, അത് സഭ ഓർമ്മപ്പെടുത്തുന്നത് പുരോഹിതൻ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്നത് പോലെ അതിശ്രേഷ്ഠവും അതിവിശുദ്ധവും ജീവദായകവും സ്നേഹദായകവുമാണ്. പുരോഹിതൻ ബലിപീഠത്തിൽ ജീവനില്ലാത്ത ഗോതമ്പപ്പവും മുന്തിരിച്ചാറും ആ ബലിപീഠത്തിൽ വെച്ച് കൂദാശ ചെയ്യപ്പെടുമ്പോൾ
അത് ജീവനുള്ള ദൈവത്തിൻ്റെ ശരീരവും രക്തവുമായി രൂപപ്പെടുന്നത് പോലെ, അത് സ്നേഹത്തിൻ്റെ രാജാവായ ദൈവത്തിൻ്റെ ശരീരമായി മാറുന്നത് പോലെ, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനുമാണ് എന്ന് പറഞ്ഞ ജീവന്റെ നാഥന്റെ ശരീരമായി ആ അപ്പവും വീഞ്ഞും മാറുന്നത് പോലെ, ദമ്പതികൾ തങ്ങളെ തന്നെ സ്വയം ആത്മസമർപ്പണം ചെയ്ത് വിശുദ്ധിയോടും സ്നേഹത്തോടും പരസ്പര വിശ്വാസത്തോടും കൂടി അവർ നിർവഹിക്കുന്ന ദാമ്പത്യ ധർമ്മ നിർവഹണം, സെക്ഷുവൽ റിലേഷൻഷിപ്പ്, ശാരീരികമായ ബന്ധം, അത് സ്നേഹദായകമാണ്, ജീവദായകമാണ്, അതിശ്രേഷ്ഠവും വിശുദ്ധവുമാണ്. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം ആഴപ്പെടാൻ, ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ വളരാൻ ആ ദാമ്പത്യ ധർമ്മ നിർവഹണം സഹായിക്കുന്നു എന്നും, ആ ദാമ്പത്യ ധർമ്മ നിർവഹണം സ്നേഹത്തിലേക്ക് തുറന്നിരിക്കുന്നതിനാൽ മറ്റൊരു ജീവനെ സ്വീകരിക്കാനും ദമ്പതികൾ ഇരുവരും സ്വയം ജീവനിൽ വളരാനും ആ ദാമ്പത്യ ധർമ്മ നിർവഹണം സഹായിക്കുന്നു എന്ന് സഭ ഓർമ്മപ്പെടുന്നു. അതുകൊണ്ട് കുടുംബത്തിന്റെ അടിസ്ഥാനമായ ഒരു ദൗത്യമാണ്, ഒരു ജീവിതമാണ്, ഒരു ക്രമമാണ് അവരുടെ ദാമ്പത്യ ധർമ്മ നിർവഹണം എന്ന് പറയുന്നത്. സഭ അതിനെ അങ്ങനെയാണ് വിളിക്കുന്നത്. ആ ശാരീരിക ബന്ധത്തെ, സെക്ഷൽ റിലേഷൻഷിപ്പിനെ വെറും ഒരു ഭൗതികമായ, ഒരു ശാരീരികമായ സുഖമായോ സന്തോഷമായോ തൃപ്തമായോ ഒരു മനുഷ്യന്റെ ഒരു ആവശ്യമായോ മാത്രമല്ല, അതിലെല്ലാം അപ്പുറം അത് ജീവദായകമാണ്, സ്നേഹദായകമാണ്, ആ സമ്പൂർണമായ സമർപ്പണത്തിന്റെ അടയാളമാണ്. അപ്പോൾ ഓരോ ദമ്പതികളും നിർവഹിക്കുന്ന ആ ദാമ്പത്യ ധർമ്മ നിർവഹണത്തെ സഭ അത്രയേറെ ശ്രേഷ്ഠമായും വിശുദ്ധമായും കാണുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ദമ്പതികൾക്ക് എത്ര പേർക്ക് അത് അത്രയും ആഴമുള്ളതാണെന്നോ അത്രയും ശക്തമാണെന്നോ അറിയുമോ എന്ന് നമുക്കറിയില്ല. ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ 129 ബുധനാഴ്ചകളിൽ, താൻ പാപ്പാസ്ഥാനം ഏറ്റെടുത്തിട്ട് 129 ബുധനാഴ്ചകൾ നടത്തിയ ബുധനാഴ്ചകളുടെ ഓഡിയൻസിന് വേണ്ടി ചെയ്ത ആ പ്രഭാഷണങ്ങൾ, അത് ശരീരത്തിന്റെ ദൈവശാസ്ത്രം എന്ന പേരിൽ നമുക്കത് നെറ്റിൽ അടിച്ചാൽ കിട്ടും. നമ്മുടെ പുളിവോ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നമ്മളതൊരു പുസ്തകമായി ഇറക്കിയിരുന്നു. അത് മുഴുവൻ ആഴമായി ഈ ശരീരത്തിന്റെ സമ്പന്നതയെക്കുറിച്ചും ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചും അതിൽ ലൈംഗികതയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ഒക്കെ മാർപ്പാപ്പ വളരെ ആഴമായി, വളരെ ശക്തമായി അതിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സഭയും ഈ കുടുംബം ദേവാലയമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണ്. ഒരുപക്ഷെ നിങ്ങൾ പലരും കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ദമ്പതികളുടെ പ്രയാസങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അറിയാവുന്ന കാര്യം, ഒരു പരിധിവരെ നല്ലൊരു ശതമാനം ദമ്പതികളുടെയും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ആരംഭിക്കുന്നത് അവരുടെ കിടക്കയിൽ നിന്നാണെന്നാണ് പറയുക. അവരുടെ ദാമ്പത്യ ധർമ്മ നിർവഹണത്തിലുള്ള ആ വിശുദ്ധിയോ പരിപാവനതയോ അതിൻ്റെ ആ സ്നേഹത്തോടെയുള്ള സമർപ്പണമോ ഒക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ സ്നേഹവും ഊഷ്മളതയും നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം ഒന്ന്, നമ്മുടെ കുടുംബം കൗദാശികമായൊരു മാനമുണ്ട്. അത് ദമ്പതികളുടെ ഒരു ദാമ്പത്യ ധർമ്മ നിർവഹണം അതിൽ പ്രധാനപ്പെട്ടതാണെന്ന് സഭ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട്, ദേവാലയം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഇടമാണ്. നമ്മുടെ കുടുംബം പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ട്. പഴയ കുടുംബങ്ങൾ നോക്കിയാൽ നമുക്കതറിയാം. ഇപ്പോഴും ധാരാളം കുടുംബങ്ങളിലുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ദമ്പതികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. പലപ്പോഴും പ്രാർത്ഥിച്ചൊരുങ്ങി റെഡിയായി ഇവർ ദേവാലയത്തിലേക്ക് പോകുന്നു. തിരിച്ചു വന്ന് ആ ദിവസത്തെ പ്രവർത്തനം മുഴുവൻ പ്രാർത്ഥനയോട് ബന്ധപ്പെടുത്തിയാണ്. ചിലപ്പോഴൊക്കെ അമ്മമാർ ഇടയ്ക്കിടയ്ക്ക് പോയി പ്രാർത്ഥനാ മുറിയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടാകും, ബൈബിൾ വായിക്കുന്നുണ്ടാകും. നിശ്ചയമായും ആ പ്രാർത്ഥന ഏറ്റവും സജീവമാകുന്ന ഒരു സമയമാണല്ലോ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന. ഇതെല്ലാം ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമ്മുടെ ഭവനത്തിൽ സജീവമാകുന്നു. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ദേവാലയത്തിൽ ഈ പ്രാർത്ഥന സജീവമാകുന്നതാണ് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത്. രണ്ട്, ദേവാലയ സമാധാനത്തിന്റെ ഇടമാണ്. എത്ര പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനും ആ വിശുദ്ധമായ ദേവാലയത്തിൽ വന്ന് കുറച്ചു നേരം ചെലവഴിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ഒപ്പമായിരിക്കുമ്പോൾ അവിടെ സമാധാനം കടന്നു വരികയാണ്. അപ്പൊ നമ്മുടെ കുടുംബവും ദേവാലയം എന്ന് പറയുമ്പോൾ
നമ്മൾക്ക് ഏറ്റവും സമാധാനം തരുന്ന, വന്ന് കുറച്ചു നേരം ചെലവഴിച്ച് കഴിയുമ്പോൾ നമ്മളെ ശാന്തമാക്കുന്ന, സ്വസ്ഥമാക്കുന്ന ഒരു ഇടമായി നമ്മുടെ കുടുംബം മാറണം എന്ന വലിയ ശക്തമായൊരു ചിന്ത അതിലുണ്ട്. എങ്ങനെയാണ് കുടുംബത്തെ നമുക്ക് വിശുദ്ധമായ ദേവാലയമായി പണിതുയർത്താനാവുന്നത്? ദമ്പതികൾ ഇരുവരും, ദൈവം അവരുടെ ജീവിതത്തിൽ നൽകുന്ന മക്കളും ഒക്കെ കൂടി സാവധാനം ഈ കുടുംബത്തെ ദേവാലയമായി പണിതുയർത്തുകയാണ്. ഒന്ന്, പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുന്നതിലൂടെയാണ്. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അടിത്തറയും കൂടിയാണ്. അതുകൊണ്ട് ദമ്പതികൾ വളരെ വ്യക്തിപരമായി കുറച്ചു നേരം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ വെക്കണം. പരസ്പരം അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പരസ്പരം ചോദിക്കണം. കുറച്ചു നേരം വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വളരാൻ പരസ്പരം സഹായിക്കണം. പണ്ട് പഴയ കാലം മുതലേ ഉള്ള ഒരു പാരമ്പര്യമാണ് 3 നേരമെങ്കിലും കർത്താവിൻ്റെ മാലാഖ. അതൊരു വലിയ ശക്തമായ പ്രാർത്ഥനയാണ്. അത് കുടുംബത്തിൻ്റെ വലിയൊരു ആയുധമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദമ്പതികൾ ഒരുമിച്ച്, കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ മാലാഖ ചെല്ലുന്നു. പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക് ഒരുമിച്ച് എത്താൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് കർത്താവിൻ്റെ മാലാഖ പ്രാർത്ഥന ചെല്ലുന്നു. വൈകുന്നേരം നിശ്ചയമായും നമ്മുടെ കുടുംബ പ്രാർത്ഥന ആരംഭിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ബോധപൂർവം ഈ ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ വളരാനായിട്ട് നമ്മൾ സാഹചര്യം ഉണ്ടാക്കണം. ഇതിൻ്റെ ഒരു വളരെ ശക്തമായ സമയമാണ് കുടുംബ പ്രാർത്ഥന. ഇന്ന് ധാരാളം കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന വളരെ പരിമിതമാക്കപ്പെടുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുന്നു എന്നാണ് പഴയ കാരണവന്മാർ, സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ കുടുംബം ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയം നമ്മുടെ കുടുംബത്തിന് വേണം. അത് പഴയ കാലങ്ങളെല്ലാം സന്ധ്യയ്ക്ക് 7 മണിക്ക് പള്ളിയിൽ സന്ധ്യാമണി അടിക്കുന്ന സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം പല തിരക്കുകൾ കൊണ്ട് അത് മാറി മാറി അവസാനം അത് വിരുന്നുകാർ വരുമ്പം കുറഞ്ഞും നമ്മുടെ എല്ലാം കഴിഞ്ഞും അവസാനം അതിൻ്റെ ഒരു ബലമില്ലാതെ പോവുകയാണ്. വാസ്തവത്തിൽ ഈ കുടുംബ പ്രാർത്ഥന ദമ്പതികളുടെ ദാമ്പത്യ ധർമ്മ നിർവഹണം എന്ന് പറയുന്ന അതിവിശുദ്ധമായ ജീവദായകമായ ദൗത്യത്തിലേക്കുള്ള ശ്രേഷ്ഠമായ ഒരു ഒരുക്കത്തിന്റെ സമയം കൂടിയാണെന്നാണ് സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്തൊന്നാണ് ദമ്പതികൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് കിടക്കാനായിട്ട് പോകുമ്പോൾ ആ കട്ടിലിൽ ഇരുന്ന് കുറച്ചു നേരം പരസ്പരം കരങ്ങൾ കോർത്തു പിടിച്ച് പരസ്പരം ശിരസിൽ കൈവച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദമ്പതികൾ ഈ സ്നേഹത്തിൽ ശക്തിപ്പെടുകയാണ്. അപ്പൊ ഇത് വളരെ ലളിതമായ ചില കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മുടെ കുടുംബം ദേവാലയമാകുന്ന പ്രക്രിയയിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. കുടുംബം ദേവാലയമാകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൗദാശികമായി കുടുംബത്തെ നിരന്തരം ബലപ്പെടുത്തുക. അതിലൊന്ന് കുർബാനയാണ്. ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് കുടുംബങ്ങൾക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ പോകാൻ പറ്റുന്നുണ്ടോ എല്ലാ ദിവസവും എന്ന് ചോദിച്ചാൽ പലപ്പോഴും പറ്റുന്നുണ്ടാവില്ല. രാവിലെ കുട്ടികളെ ട്യൂഷന് വിടുന്ന തിരക്കായി, ജോലിക്ക് പോകുന്ന തിരക്കായി, മറ്റെല്ലാ ഭൗതികമായ നമ്മുടെ തിരക്കിനിടയിലും ഈ വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ സജീവമായ കുടുംബം ഒരുമിച്ചുള്ള പങ്കാളിത്തത്തെ നമുക്ക് അത്ര എളുപ്പമുള്ളതാകുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്നും എൻ്റെ കുടുംബത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനമായ ഘടകം ഒരുമിച്ചുള്ള ഞങ്ങളുടെ കുർബാനയിലെ പങ്കാളിത്തമാണ്. ഞാൻ കാസർഗോഡ് നിന്ന് അങ്കമാലിയിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത്. അത് ദൈവം വളരെ മനോഹരമായി ഒരു ദിവസം രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം ഇഷ്ടം പോലെ വിശുദ്ധ കുർബാനയുള്ള ഒരു സാഹചര്യത്തിൽ എന്നെ കൊണ്ടുവന്ന് കുടുംബത്തെ ആക്കി. അപ്പൊ ഒരുമിച്ച് കുടുംബമായി കുഞ്ഞുങ്ങളായി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി, കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ആദ്യ തുടക്കമൊക്കെ വരുമ്പോൾ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കുടുംബം ദേവാലയമായി വളരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് കുർബാനയിൽ ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും അതിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ബോധപൂർവം സൃഷ്ടിക്കണം എന്നുള്ളതാണ്. അടുത്തടുത്തുള്ള കുമ്പസാരമാണ്. നമുക്കറിയാം, പാപത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നത് നമ്മൾ കുമ്പസാരക്കൂട്ടിൽ നിന്ന് അകലുമ്പോഴാണ്. എല്ലാ മനുഷ്യരും പാപത്തിൽ വീഴും. അത് ദമ്പതികൾ വീഴും, കുട്ടികൾ വീഴും, എല്ലാവരും വീഴും. പക്ഷെ അടുത്തടുത്ത് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചെളി പറ്റും.
പക്ഷേ നമ്മൾ 6 മാസമായി, 8 മാസമായി, ഒരു വർഷമായി ആ ഡ്രസ്സ് അലക്കുന്നില്ലെങ്കിലോ അത് ചെളി കൊണ്ട് അതിൻ്റെ കളറേ മാറും. പിന്നെ അത് കളർ മാറിയത് പോലും തിരിച്ചറിയാൻ പറ്റാതാവും. അപ്പം അടുത്തടുത്ത് കുമ്പസാരിക്കുക എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ വലിയ ശക്തമായ ഒരു ദേവാലയം പണിതുയർത്തുന്ന ഭാഗമാണ്. ഈ അടുത്ത കാലത്താണ് എനിക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായിട്ടുള്ളത്. കുടുംബം ഒരുമിച്ച് പോയി കുമ്പസാരിക്കുന്നത് വളരെ ശക്തമാണ്. കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച എല്ലാവരും, കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങിപ്പോയി ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരേ ദിവസം കുമ്പസാരിക്കുമ്പോൾ അത് കുടുംബത്തെ വലിയ ശക്തിയുള്ള കുടുംബമാക്കി മാറ്റും. ഞാനിന്ന് ഞങ്ങളുടെ കുടുംബം അങ്ങനെയാണ്, ഒരുമിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിപ്പോയി ഞങ്ങൾ ഒരുമിച്ച് കുമ്പസാരിക്കും. അങ്ങനെ കുമ്പസാരിക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും അന്ന് കുമ്പസാരത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടു വരികയാണ്. അങ്ങനെയുള്ള അന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഇന്ന് ഞാൻ കുമ്പസാരിച്ചു, ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ ഭാര്യ കുമ്പസാരിച്ചു, 2 ആഴ്ച കഴിയുമ്പോൾ എൻ്റെ മക്കൾ കുമ്പസാരിച്ചു. അപ്പൊ കുമ്പസാരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മുടെ ഉള്ളിൽ പാപത്തിന്റെ മാലിന്യം വരും. പക്ഷെ ഒരുമിച്ച് കുമ്പസാരിക്കുന്ന ആ ദിവസം, അന്നത്തെ പ്രാർത്ഥന, അന്നത്തെ കുടുംബം, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കോ, അത് ഭയങ്കര അത്ഭുതകരമായ കൃപയുടെ ഒരു സമയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സാധിക്കുമെങ്കിൽ കുടുംബം ഒരുമിച്ചോ ഒറ്റയ്ക്കോ ഒക്കെ ഇടയ്ക്ക് ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്നത് നമുക്ക് കൂടുതൽ സഹായമാകും. എനിക്ക് തോന്നുന്നു നമ്മുടെ മെഡിക്കലെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഉള്ള നമ്മുടെ പ്രാർത്ഥന, കുറച്ചു നേരമുള്ള നമ്മുടെ സൂമിലുള്ള പ്രാർത്ഥന, അത് നമ്മുടെ കുടുംബത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ നമ്മുടെ കുടുംബത്തെ നമുക്ക് കൂടുതൽ ദേവാലയമാകുന്നതിൽ നിരന്തരം ശ്രദ്ധ വെക്കണം എന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ കുടുംബം ഒരു ദേവാലയമാണ്. ആ ദേവാലയമാകുന്ന കുടുംബത്തെ ആ ദേവാലയമായി പണിതുയർത്തുന്നത് ആരാണ്? അത് ദമ്പതികളുടെ ശ്രദ്ധയാണ്, എങ്കിൽ മാതാപിതാക്കളുടെ നിരന്തരമായ ഒരു ജാഗ്രതയാണ്. ആ കുടുംബത്തിലുള്ള മക്കളെ എല്ലാം കൂട്ടിപ്പിടിച്ച് അവരെ എല്ലാം ചേർത്ത് വെച്ച് ഈ കുടുംബം ദേവാലയമായി പണിതുയർത്തി കൊണ്ടുവരികയാണ്. മാർട്ടിൻ സെലീന ദമ്പതികളെ നമുക്കറിയാം. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നൽകിയ 8 മക്കൾ, അതിൽ 3 പേർ മരിച്ചുപോയി, 5 പേർ എല്ലാവരും വിശുദ്ധരാകുന്ന പദവിയിലേക്കാണ്. ആ മാർട്ടിൻ സെലീന ദമ്പതികൾ വിശുദ്ധരായി, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കളാണ്. അവര് എങ്ങനെയാണ് കുടുംബത്തെ അതുപോലെ വിശുദ്ധമാക്കിയത്? ഇത്തരത്തിൽ പ്രാർത്ഥനയുടെ അതിശക്തമായ ഒരു കോട്ട അവർ നിരന്തരം പണിതുയർത്തി. അവർ ഒരുമിച്ച് കുമ്പസാരിച്ചു, അവർ വിശുദ്ധ ബലി അർപ്പണത്തിൽ പോയി, ഒരുമിച്ച് ദൈവവചനം വായിച്ചു, പ്രാർത്ഥനയിൽ അവർ കുഞ്ഞുങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടി ശക്തിപ്പെടുത്തി. അതുകൊണ്ട് നമ്മുടെ കുടുംബം ദേവാലയമാകുന്ന കാര്യത്തിൽ ജാഗ്രത വെക്കണം. മറ്റേതൊരു കാലഘട്ടത്തെ കഴിഞ്ഞും അധികമായി നമ്മുടെ കുടുംബത്തെ ദേവാലയമാക്കണം. ചിലപ്പോഴെങ്കിലും നമ്മുടെ കുടുംബം ഒരു ഹോട്ടലായി നമുക്ക് ഫീൽ ചെയ്യും. എല്ലാം ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, പുതിയ വെറൈറ്റി ഭക്ഷണം ഉണ്ടാക്കുക, അതെല്ലാം നല്ലതാണ്. പക്ഷെ കുടുംബം ഹോട്ടലല്ല. ചിലപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മുടെ കുടുംബം ഒരു റെഡിമെയ്ഡ് ഷോറൂമാണ്. വസ്ത്രങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കൂട്ടി വസ്ത്രങ്ങളുടെ, അല്ലെങ്കിൽ പുതിയ പുതിയ ഫാഷൻ എല്ലാം അനുകരിക്കുന്നതിൻ്റെ ഇടമാണ്. തീർച്ചയായും വസ്ത്രം വേണം, നമ്മുടെ കുടുംബത്തിന് ആവശ്യമാണ്. പക്ഷേ കുടുംബം ഒരു ഫാഷൻ പരേഡോ ഒരു വസ്ത്ര വ്യാപാര മേഖലയോ അല്ല. ചിലപ്പോൾ നമുക്ക് തോന്നും കുടുംബം ഒരു ബ്യൂട്ടി പാർലറാണ്. ചിലപ്പോൾ തോന്നും കുടുംബം ഒരു ബാറാണ്. കുടുംബം ഒരു ലോഡ്ജാണ്. ആളുകളെല്ലാം വന്ന് താമസിച്ച് ഉറങ്ങി എഴുന്നേറ്റ് പോകുന്ന ഇടമാണ്. ഇതൊന്നും അല്ല കുടുംബം. കുടുംബം ഒരു ദേവാലയമാണ്. അപ്പൊ ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. എൻ്റെ വീട്, എൻ്റെ കുടുംബം ദേവാലയമാണ്. ഞാൻ ഒരു ദേവാലയത്തിൽ എത്രമാത്രം പ്രാർത്ഥനയോടും ആദരവോടും എത്രമാത്രം കരുതലോടും കൂടിയാണോ ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്, അതുപോലെയാണ് കുടുംബജീവിതം. കുടുംബം എന്ന ദേവാലയത്തിലേക്ക് നാം വളർന്നു വരുന്ന നമ്മുടെ കുടുംബത്തെ കാണേണ്ട വലിയ മനോഹരമായ മഹനീയമായ ഒരു ചിത്രമാണ്. അപ്പം പ്രിയപ്പെട്ട ആദ്യത്തെ ഒരു ചിന്ത ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഏറെ നേരം ചർച്ച ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ് കുടുംബം ഒരു ദേവാലയം എന്നുള്ളത്. 2, കുടുംബം ഒരു വിദ്യാലയം എന്നുള്ളതാണ്. കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചെടുക്കുന്നത്? നിങ്ങൾക്കും കൂടി പങ്കുവെക്കാം. കുടുംബം വിദ്യാലയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്? നിങ്ങളുടെ റെസ്പോൺസും കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് വളരെ സന്തോഷമാണ്. ആരെങ്കിലും പറയാൻ പറ്റുമോ?
കുടുംബത്തിൽ നിന്നാണ് ദൈവത്തെക്കുറിച്ച് ആദ്യമായി നമ്മൾ പഠിക്കുന്നത്, പ്രാർത്ഥിക്കാൻ പഠിക്കുന്ന സ്ഥലം. ആ, ഒരു കുഞ്ഞെങ്ങനെയാ കുരിശ് വരയ്ക്കാൻ പഠിക്കുന്നത്? അമ്മ മടിയിലിരുത്തി കുരിശ് വരയ്ക്കുന്നു. അതിനു മുമ്പ് ഈ കുഞ്ഞ് ഇങ്ങനെ മുട്ടിലിഴഞ്ഞ് നടക്കുമ്പോഴും ആ, ഇങ്ങനെ വളർന്നു വരുന്ന കാലത്ത് ഈ സന്ധ്യയ്ക്ക് ഒരുമിച്ച് കുടുംബം ഇരുന്ന് വരയ്ക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ആ കുഞ്ഞ് കൈകൂപ്പാൻ പഠിക്കുന്നതാകട്ടെ, കുരിശ് വരയ്ക്കാൻ പഠിക്കുന്നതാകട്ടെ, നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന പഠിക്കുന്നതാകട്ടെ, ഇതെല്ലാം കുടുംബത്തിൽ നിന്നാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ അവിടെ അങ്ങനെ ആയിരിക്കും. ഇവിടെ ആദ്യം പോയിട്ട് വരുമ്പോൾ എന്നെ പഠിപ്പിച്ചേ, അപ്പൊ എ ഫോർ ആപ്പിൾ, അത് ഒരു പ്രാവശ്യം പറയുള്ളൂ ടീച്ചർ. ഒരു പ്രാവശ്യം വീട്ടിലെത്തുമ്പോൾ അമ്മ പറയുള്ളൂ. ഇല്ല, ആ പടം കാണിച്ച് നിരവധി തവണ കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞ് 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 ഈ അറിവ് പഠിപ്പിക്കുകയാണ്. എ ഫോർ ആപ്പിൾ എന്ന് പഠിപ്പിക്കുന്ന അമ്മ അപ്പൻ എ ഫോർ ആബ എന്ന് പഠിപ്പിക്കുന്നതിൽ മറന്നുപോയാൽ നമ്മുടെ കുടുംബം യഥാർത്ഥ വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറകോട്ട് പോകും. ഭൗതികമായ അറിവുണ്ടാകുന്നതോടൊപ്പം ബി ഫോർ ബാറ്റ് എന്ന് പഠിപ്പിക്കുന്ന അമ്മ അപ്പൻ ബി ഫോർ ബൈബിൾ എന്ന് പഠിപ്പിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയാൽ അത് ക്രൈസ്തവ ദേവാലയമാകുന്ന വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കില്ല. ഒരു കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു കുഞ്ഞ് ടോയ്ലറ്റ് വിദ്യാഭ്യാസം എടുക്കുന്നത് എവിടെ നിന്നാണ്? ബ്രഷ് ചെയ്യാൻ ഒരു കുഞ്ഞ് പഠിക്കുന്നത് എവിടെ നിന്നാണ്? മുടി ചീകാൻ കുഞ്ഞ് പഠിക്കുന്നത് എവിടെ നിന്നാണ്? വീട്ടിലേക്ക് വരുന്ന ഒരാളെ സ്വാഗതം ചെയ്യാൻ ഒരു വ്യക്തി പഠിക്കുന്നത് എവിടെ നിന്നാണ്? ആ പാത്രത്തിൽ ഭംഗിയായി വെച്ച് ഭക്ഷണം കഴിക്കണമെന്ന്, മാന്യമായി കഴിക്കണമെന്ന് പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിന് പുറത്തു നിന്നല്ല, കുടുംബത്തിന്റെ അകത്തു നിന്നാണ് എല്ലാ പാഠങ്ങളും ഒരു കുഞ്ഞ് പഠിച്ചെടുക്കുന്നത്. അവിടെ വിശ്വാസത്തെയും ധാർമ്മികതയെയും വിശുദ്ധിയെയും സ്നേഹത്തെയും കുറിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ നിന്ന് പഠിക്കണം? ദേഷ്യം വരുമ്പോൾ അപ്പനും അമ്മയും വഴക്കുണ്ടാക്കുന്നത് കുഞ്ഞ് കണ്ടു പഠിക്കുന്നുണ്ട്. ആ കുഞ്ഞ്, നിങ്ങളൊരു ചെറിയ കൊച്ചിനെ ശ്രദ്ധിച്ചറിയാം, അപ്പനും അമ്മയും വീട്ടിലുള്ളവരും ദേഷ്യം വരുമ്പോൾ എപ്രകാരമാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ പെരുമാറും. ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ ഇളയ കുഞ്ഞിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ കുഞ്ഞുങ്ങളും വളരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ദേഷ്യം അങ്ങനെ ഭയങ്കര ശക്തമാകുമ്പോൾ ഞാൻ പെട്ടെന്ന് സ്വരം ഭയങ്കരമായിട്ട്, സാധാരണ ആണുങ്ങൾക്ക് അങ്ങനെയാണെന്നാണ് പറയുന്നത്, സ്വരം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ഈ കുഞ്ഞുങ്ങളും ദേഷ്യം വരുമ്പോൾ പറഞ്ഞേക്കാം കേട്ടോ എന്ന് പറയുന്ന ആ സ്വരം ഇങ്ങനെ വരുന്നത് നമുക്കറിയാം. ചിലര് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ മിണ്ടാതെ മുഖം വീർപ്പിച്ച് മാറിയിരിക്കും. നിങ്ങൾ വീട്ടിലെ കുഞ്ഞിനെ ശ്രദ്ധിച്ചോ? ആ വീട്ടിലെ കുഞ്ഞും മുഖം വീർപ്പിച്ച് ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ മാറിപ്പോയിരിക്കും. ഈ കുഞ്ഞിനെ അമ്മ ദേഷ്യം വരുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചതൊന്നുമല്ല, പക്ഷെ ഈ കുഞ്ഞ് ഇതൊക്കെ കണ്ടുപഠിച്ചതാണ്. സ്വാഭാവികമായും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാകുന്നതും ഒക്കെ കാണും. ആ കുഞ്ഞ് തന്നെ അപ്പനും അമ്മയും സ്നേഹിക്കുന്നത് കാണുന്നുണ്ടോ? പരസ്പരം ദേഷ്യപ്പെട്ട അപ്പനും അമ്മയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് കാണുന്നുണ്ടോ? വീട്ടിൽ നിന്ന് പുറത്തേക്ക് അപ്പൻ ഇറങ്ങുമ്പോൾ അമ്മ പ്രാർത്ഥിച്ച് ഉമ്മ കൊടുത്തു വിടുന്നത് കാണുന്നുണ്ടോ? വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അപ്പൻ വരുമ്പോഴേ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറുന്നത് കാണുന്നുണ്ടോ? ഈ കാണുന്ന വിദ്യാഭ്യാസമാണ് കുടുംബത്തെ ദേവാലയമാക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളെ വളർത്തുന്നത്. നമ്മൾ ബാക്കിയെല്ലാം ഉണ്ട്. വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴേ, പുറത്ത് കയറുമ്പോഴേ കാല് കഴുകി ചെരുപ്പ് പുറത്തിട്ട് വൃത്തിയായിട്ട് കയറുക എന്ന് പറഞ്ഞ് 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 പഠിപ്പിക്കും. ആ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോഴേ ഏറ്റവും പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് വേണം വീട്ടിലേക്ക് കയറാനെന്ന് പഠിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇങ്ങനെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ നോക്കിയാൽ ഭൗതികമായ അറിവ് മാത്രമല്ല, ആത്മീയമായ എല്ലാ വിദ്യാഭ്യാസവും ഒരു വ്യക്തി ജീവിതത്തിൽ ആർജിച്ചെടുക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. നമ്മൾ ഓർത്ത് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിലൊക്കെ പണ്ടങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, വിരുന്നുകാർ വരുമ്പോഴേ സന്ധ്യാപ്രാർത്ഥന സ്റ്റോപ്പാണ്, ബ്രേക്ക് ചെയ്തതുപോലെയാണ്. വിരുന്നുകാരെ വന്നു കഴിയുമ്പോഴേ അന്ന് മതി, ഇന്ന് നിർത്ത് എന്ന് വിരുന്നുകാരെല്ലാം വന്നു, സ്റ്റോപ്പ്, നിർത്തി. പിന്നെ അവരോട് വർത്തമാനം പറഞ്ഞു, അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി. അങ്ങനെ 10 ദിവസം കാണുന്ന ഒരു കുഞ്ഞ് എന്ത് പഠിക്കും? കർത്താവിനെ കഴിഞ്ഞും പ്രധാനപ്പെട്ടത് വിരുന്നുകാരാണ്. വീടിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന കർത്താവിനെ കഴിഞ്ഞും പ്രധാനപ്പെട്ടത് വിരുന്നുകാരാണ്. അതൊരു വിദ്യാഭ്യാസമാണ് കുഞ്ഞ് പഠിച്ചെടുക്കുന്നത്. ആ കുഞ്ഞ് വളർന്ന് സാവധാനം എന്ത് സംഭവിക്കും? അതേസമയം എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് പ്രാർത്ഥിക്കുന്നു,
വിരുന്നുകാരല്ല ആര് വന്നാലും അവരെ ആ പ്രാർത്ഥനയിൽ പങ്കുചേർപ്പിക്കുന്നു. അങ്ങനെ കുടുംബ പ്രാർത്ഥന മുന്നോട്ട് പോകുന്നത് കാണുന്ന ഒരു കുഞ്ഞ് ജീവിതത്തിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബ പ്രാർത്ഥന. എല്ലാ ദിവസവും എഴുന്നേറ്റ് ഒരുങ്ങി എല്ലാവരെയും വിളിച്ച് ചേർത്ത് പിടിച്ച് പള്ളിയിൽ ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു കുടുംബത്തിലെ കുഞ്ഞ് കാണുന്നത് എന്താണ്? രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് കുടുംബത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീട്ടിൽ പാവപ്പെട്ട മനുഷ്യർ വരുന്നു. അവർക്ക് ഭക്ഷണമോ വെള്ളമോ നമ്മുടെ കയ്യിലുള്ള നാണയത്തുട്ടോ ഒക്കെ നമ്മളിപ്പോഴും അങ്ങനെയാണ്, കുഞ്ഞുങ്ങളെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. അതെന്താണ്? ഒരു വിദ്യാഭ്യാസമാണ്. ഞാനിപ്പോൾ നോക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ 2-3 വർഷം മുമ്പ് ഈ പ്ലാസ്റ്റിക് ഇങ്ങനത്തെ സാധനമൊക്കെ എടുക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകൾ അവർ വരും. അവരൊരു ക്രിസ്മസിന്റെ സമയത്ത് വന്നു. ഞാൻ കുറച്ച് സാധനം കൊടുത്തു. അവരൊരു വില പറഞ്ഞു, ഞാനൊരു വില പറഞ്ഞു. അവർ പറഞ്ഞ കഴിഞ്ഞും കുറച്ച് പൈസ തർക്കിച്ച് കൂടുതൽ മേടിച്ചു. മേടിച്ചു കഴിഞ്ഞ് ഞാനത് കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്ത് കുറച്ച് പൈസയും കൂടെ പേഴ്സിൽ നിന്ന് എടുത്ത് കൂട്ടി ഇവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ പോയി കുഞ്ഞുങ്ങൾക്കും ബാക്കിയുള്ളവർക്കും കേക്ക് മേടിച്ചു കൊടുക്കണം, ക്രിസ്മസ് ആണ്. അവർ ഹിന്ദുക്കളാ. അതെല്ലാം കൊടുത്ത് അവർക്ക് അന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ വിട്ട് കഴിഞ്ഞപ്പോൾ കൊച്ചു ചോദിച്ചു, അല്ല അവരോട് ഈ തർക്കിച്ച് പൈസ മേടിച്ചിട്ട് പിന്നെ എന്തിനാ കൂടുതൽ കൊടുത്തേ? ഞാൻ പറഞ്ഞു, അത് നമ്മുടെ അവകാശമാണ്. നമ്മളോട് കൊടുക്കുന്ന സാധനത്തിന് ന്യായമായ വില ചോദിച്ച് മേടിക്കുന്നത് നമ്മുടെ അവകാശമാണ്. അങ്ങനെ മേടിക്കുമ്പോഴും നമുക്കൊരു കരുതൽ വേണം. എന്താണ് കരുതൽ? അവർ പാവപ്പെട്ട മനുഷ്യർ, അവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നു അവരുടെ വീട്ടിൽ 3-4 കുട്ടികളുള്ള വളരെ പാവപ്പെട്ട ഒരു കുടുംബം. അപ്പോൾ അവർക്ക് ക്രിസ്മസിന് നമ്മൾ കേക്ക് മേടിക്കുന്നത് പോലെ അവർക്ക് മേടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, അല്ലെങ്കിൽ അവർ മറ്റൊരു വിശ്വാസത്തിലായതുകൊണ്ട് അവർക്ക് അതില്ല. അപ്പോൾ നമ്മൾ കർത്താവിനെ പങ്കുവെക്കുന്ന സമയമാണ്, ഒപ്പം ഈ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന സമയമാണ്. അങ്ങനെ പലതവണ നമ്മൾ ചെയ്യുമ്പോൾ ഈ കുഞ്ഞ് പഠിക്കുകയാണ്, ഞാൻ കരുണയുള്ള മനുഷ്യനാകണം, അലിവുള്ളവനാകണം, ഞാൻ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം. ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാ? സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നല്ല ഇതെല്ലാം പഠിക്കുന്നത്, മറിച്ച് കുടുംബത്തിൽ നിന്നാണ്. അപ്പം കുടുംബം ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാതെ പഠിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എൻ്റെ 2 ഇരട്ട പിള്ളേര്, 4-മത്തെ 5-മത്തെ പിള്ളേര് വളരെ കുഞ്ഞായിരിക്കും. അവരിങ്ങനെ നടന്നു തുടങ്ങി എന്നേ ഉള്ളൂ. ഞാനൊരു ദിവസം വീട്ടിലെത്തുമ്പോൾ ഇവർ രണ്ടുപേരും വീടിൻ്റെ ജനാലയിൽ, 3 പാളിയുള്ള ജനാലയാണ്, ജനാലയിൽ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ തുണിയൊന്നുമില്ല. ഞാൻ അകത്ത് കയറി വന്നപ്പോൾ അവിടെ മുഴുവൻ വെള്ളം കിടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്നാ ഇവിടെ വെള്ളം? അപ്പം അവർക്ക് നേരെ മൂത്ത പിള്ളേർ പറഞ്ഞു, ഈ കുരുത്തം കെട്ട പിള്ളേര് ഇവിടെ കയറി നിന്ന് മൂത്രം ഒഴിച്ചതാണ്, ജനലെ പിടിച്ച്. അപ്പം ഞാൻ ചോദിച്ചു അതെന്നാ? അപ്പം അവർ നോക്കുമ്പോൾ ഈ ആമ്പിള്ളേര് പലപ്പോഴും ഇങ്ങനെ വളരെ കുഞ്ഞായിരിക്കെ അവർക്ക് മൂത്രമൊഴിക്കാൻ തോന്നിയ ഓടിപ്പോയി ഗ്രില്ലിൻ്റെ ഇടവഴി അവർ മൂത്രമൊഴിക്കും. ഇങ്ങനെ നിന്ന് മൂത്രമൊഴിക്കുന്നത് കണ്ട് കണ്ട് നമ്മളാരും പറഞ്ഞു കൊടുത്തതല്ല. ഈ വളരെ കുഞ്ഞിലെ ഈ കുഞ്ഞി പിള്ളേര് വിചാരിച്ചു, ആഹാ ചേട്ടന്മാർക്ക് അങ്ങനെ ഒഴിക്കാമെങ്കിൽ പിന്നെ നമുക്കായിട്ട് എന്തുകൊണ്ടായിക്കൂടാ? ഒരു വിദ്യാഭ്യാസമാണ്. അവർ കണ്ടത് കണ്ട് അവർ പഠിച്ചതാണ്. അവർ ജനലെ കൈ പിടിച്ചു നിന്ന്. അപ്പം നമ്മൾ എന്തേലും ജാഗ്രത വേണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു ഇടപെടൽ, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കുന്നില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അവരുടെ ജീവിതത്തെ അത് സഹായിക്കുന്നില്ലേ? വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തൻ്റെ ജീവചരിത്രത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അദ്ദേഹം പ്രാർത്ഥനയിൽ ശക്തനായത് അദ്ദേഹത്തിൻ്റെ അപ്പൻ പലപ്പോഴും രാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ കൈ വിരിച്ച് പിടിച്ച്, ഒരു ദിവസം പ്രത്യേക അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, ഒരു ദിവസം ഭയപ്പെട്ട് പേടിച്ച് രാത്രിയിൽ ഒരു 12 മണിയായപ്പോൾ എഴുന്നേൽക്കുമ്പോൾ അപ്പനെ തപ്പി നോക്കി തൊട്ടടുത്ത്. കുഞ്ഞുങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പം അപ്പനെ കാണാനില്ല. നോക്കുമ്പോൾ അപ്പൻ താഴെ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞ് ശാന്തമായിട്ട് കിടന്നു. 2-3 മണിയായപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ അപ്പൻ അപ്പോഴും കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനെ കണ്ട കരോൾ വോയിറ്റവയ്ക്ക് വിശുദ്ധ ജോൺ പോൾ ആകാതിരിക്കാൻ തരമില്ല. അപ്പൻ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുത്തൊന്നുമില്ല. പക്ഷെ അത് കണ്ട കുഞ്ഞ് പ്രാർത്ഥനയുടെ അതിശക്തമായ മനുഷ്യനായി മാറുകയാണ്. അപ്പം നമ്മൾ നിശബ്ദതയിൽ ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ ചുറ്റുമുള്ളവർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം കുടുംബം ഒരു വിദ്യാലയമാണ് എന്ന കാര്യം മറക്കരുത്. സ്നേഹത്തിൻ്റെ വിദ്യാലയമാണ്, വിശുദ്ധിയുടെ വിദ്യാലയമാണ്, കാരുണ്യത്തിൻ്റെ വിദ്യാലയമാണ്, സമാധാനത്തിൻ്റെ വിദ്യാലയമാണ്, പങ്കുവെക്കലിൻ്റെ വിദ്യാലയമാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തെ അതിവിശുദ്ധമായി വളർത്താൻ നമ്മുടെ കുടുംബത്തിൽ നാം ബോധപൂർവം ഒരു അധ്യാപകരായി മാതാപിതാക്കൾ നിലകൊള്ളുകയാണ്.
ഒരു വ്യക്തിയുടെ പ്രഥമ വിദ്യാലയം ഭവനവും പ്രഥമ അധ്യാപകർ മാതാപിതാക്കളുമാണ്. വിശ്വാസത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും പ്രബോധകരും മാതൃകകളുമാണ് മാതാപിതാക്കൾ. മറന്നു പോകരുത്, ഒരു കുഞ്ഞിനെ വിശുദ്ധമായി വളർത്താൻ മാതാപിതാക്കളോരും ശക്തമായ അധ്യാപകരെന്ന ആയുധമില്ല. അവരുടെ ജീവിത മാതൃക കൊണ്ടും അവരുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് കൊണ്ടും അവർ തങ്ങളുടെ ജീവിതത്തിൽ ആർജിച്ചെടുത്ത വിശ്വാസപരമായ പ്രബോധനത്തിൻ്റെ പങ്കുവെക്കൽ കൊണ്ടും കുഞ്ഞുങ്ങളെ യഥാവിധി വിശുദ്ധരായ കുഞ്ഞുങ്ങളായി വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ മാതാപിതാക്കൾക്ക് വളരെ ഗൗരവമായ റോളുണ്ട്. അവർ വളരെ പ്രധാനപ്പെട്ട അധ്യാപകരാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ഈ വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെയാണ് മാതാപിതാക്കൾ അധ്യാപകരാകുന്നത്? ഭവനത്തിലാണ്. അത് സ്നേഹത്തിൻ്റെ അധ്യാപകരാണ്. വിശ്വാസം ജീവിച്ച് പങ്കുവെക്കുന്ന അധ്യാപകരാണ്. വിശുദ്ധിയുടെ പരിമളം പരത്തുന്നവരും ആ പരിമളം പരത്താൻ മക്കളെ സഹായിക്കുന്നവരുമായ അധ്യാപകരാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ സന്മാർഗം മുഴുവൻ ജീവിതത്തിൽ തുടരാൻ സഹായിക്കുന്ന അധ്യാപകരാണ്. അപ്പൊ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും സന്മാർഗത്തിൻ്റെയും ജീവിതത്തെ പണിതുയർത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൗത്യം നിർവഹിക്കുന്ന ആളുകളാണ് അധ്യാപകരെന്ന് പറയുന്നത്, മാതാപിതാക്കൾ എന്ന് പറയുന്ന അധ്യാപകർ. അപ്പൊ ഈ അധ്യാപകരെ ആയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസ്നേഹം, പരസ്നേഹം, സ്വയം സ്നേഹം ഇത് നമ്മൾ പങ്കുവെക്കുകയാണ്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമ്മൾ മാതാപിതാക്കളുടെ ജീവിതം വഴി പഠിക്കുമ്പോൾ സ്വയം സ്നേഹിക്കാനായിട്ടും മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതം കൊണ്ട് മക്കളെ പഠിപ്പിക്കുന്നു. പരസ്നേഹത്തിലേക്കും ഓരോ വ്യക്തിയെയും വളർത്തുന്ന വിദ്യാലയം കുടുംബം തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കാൻ, സ്വയം സ്നേഹിക്കാൻ, ചുറ്റുമുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് കുടുംബമാണ്. മദർ തെരേസ എന്തുകൊണ്ട് മദർ തെരേസയായി എന്ന് ചോദിച്ചാൽ, മദർ തെരേസയുടെ മാതാപിതാക്കൾ, കുടുംബം ഈ സ്നേഹത്തിലേക്ക് മദർ തെരേസയെ കുഞ്ഞുനാളിലെ കൈപിടിച്ചു വളർത്തി എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ കുടുംബം വിദ്യാലയമായി വളരാൻ നമുക്ക് സഹായിക്കുന്ന ചില മാർഗങ്ങൾ? ഒന്ന്, നിശ്ചയമായും നമ്മുടെ കുടുംബം എന്ന വിദ്യാലയത്തിലെ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റ് അത് ദൈവവചനമാണ്, ബൈബിളാണ്. നമ്മുടെ കുടുംബം എന്ന വിദ്യാലയത്തിലെ ഒറ്റ ടെസ്റ്റാണുള്ളത്, ആ ടെസ്റ്റ് ബൈബിളാണ്. അതോടൊപ്പം നമുക്ക് വിശുദ്ധരുടെ ജീവചരിത്രവും സഭയുടെ പ്രബോധനങ്ങളും ഒക്കെ കുടുംബത്തിൻ്റെ ടെസ്റ്റുകളാണ്. പക്ഷെ അടിസ്ഥാനപരമായ ടെസ്റ്റ് ദൈവവചനമാണ്. ഈ ദൈവവചനം വായിക്കുന്നത്, അത് ഓരോ പ്രായത്തിനും അവർക്ക് മനസ്സിലാകുന്ന വിധം അത് വ്യാഖ്യാനിക്കുന്നത്, ആ വചനത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കി കൊടുക്കാൻ സഹായിക്കുന്നതൊക്കെ കുടുംബത്തെ വിദ്യാലയമായി വളരുത്തുന്നതാണ്. അതുകൊണ്ട് സഭാ പാരമ്പര്യങ്ങളുടെ എൻ്റെ ലാപ്ടോപ്പ് ഓഫായിപ്പോയി, സോറി കേട്ടോ. ഇതില്ലാതെ വേണം ഞാൻ പറയാൻ. കേൾക്കാലോ? കേൾക്കാം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ കുടുംബമാകുന്ന വിദ്യാലയം സഭയുടെ പാരമ്പര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കൂദാശകൾ അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു? സഭയോട് ചേർത്ത് പിടിക്കുന്നു. ഇവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ കുടുംബ വിദ്യാഭ്യാസത്തിൽ നോമ്പ്, വെള്ളിയാഴ്ച സീറോ മലബാർ സഭയിൽപ്പെട്ടവരാണെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ ഇറച്ചി, മീൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനെ എന്തേലും പാരമ്പര്യങ്ങളുണ്ട്. നൊവേനകൾ, മാതാവിൻ്റെ വണക്കവാസം, യേശുപിതാവിൻ്റെ വണക്കവാസം, തിരു ഹൃദയത്തിൻ്റെ, അപ്പോൾ അങ്ങനെ ഓരോ മാസവും ഉള്ള പ്രത്യേകതകൾ. ഇതൊക്കെ ഇന്ന് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്നതാകാം. പക്ഷെ ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തെയും ജീവിതത്തെയും പണിതുയർത്തുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു വൈദികൻ വരുമ്പോൾ സ്വീകരിക്കുന്ന വിധം, നമ്മുടെ കുടുംബത്തിൽ രോഗിയായി കിടക്കുന്ന ഒരാളെ പരിചരിക്കുകയും
രോഗിലേവനം എന്ന കൂദാശ കൊടുക്കാൻ വരികയും ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരുക്കുന്നത്. അപ്പോൾ അത് എൻ്റെ വീട്ടിലൊക്കെ വിശുദ്ധ കുർബാനയുമായിട്ട് എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് വിശുദ്ധ കുർബാനയായിട്ട് അച്ഛൻ വരും. അപ്പം നമ്മൾ എല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി കുറച്ചും കൂടെ നീറ്റാക്കി വിശുദ്ധ കുർബാന കൊണ്ടുവരുമ്പോൾ വെക്കാൻ വേണ്ടി അവിടെ ഒരു വെള്ളത്തുണി വിരിച്ച് അവിടെ അച്ഛൻ കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന വെക്കും, തിരി കത്തിച്ച് വെച്ച് അവിടെ മുട്ടയെ കുത്തി നിന്ന് ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് മാതാപിതാക്കളെ വൈദികൻ കുമ്പസാരിപ്പിക്കുന്നു. അതെല്ലാം എന്താ സംഭവിക്കുന്നത്? ഈ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എത്രയോ കാര്യങ്ങളുടെ പഠനങ്ങൾ നമ്മൾ കുടുംബത്തിൽ നടത്തുകയാണ്. അപ്പൊ കുടുംബം ഒരു വിദ്യാലയമാണ്. ആ വിദ്യാലയമാണെന്ന കുടുംബത്തിൽ ശരിക്കും കുടുംബം ഒരു നഴ്സറി ആണെന്നും പറഞ്ഞു വെക്കാറുണ്ട്. എല്ലാം ബഡ് ചെയ്യുന്ന എല്ലാ സദ്ഗുണങ്ങളുടെയും എല്ലാ ക്രൈസ്തവ മൂല്യങ്ങളും ഒരു വ്യക്തിയിൽ ബഡ് ചെയ്ത് ചേർക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമ്മൾ എന്തേലും കാര്യങ്ങൾ ഇങ്ങനെ ബഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരാൾ വരുന്നു, അപ്പോൾ കുഞ്ഞ് വന്നിട്ട് ആരോ അവിടെ ഉണ്ട് അമ്മേ പുറത്താ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞിനോട് പറയുന്നേരം അങ്ങനെ വരുന്നവരെ നമ്മൾ ബഹുമാനത്തോടെ അകത്ത് കയറ്റി ഇരുത്തണം, എവിടുന്നാ വന്നതെന്ന് ചോദിക്കണം. ഇതൊക്കെ കുഞ്ഞെങ്ങനെയാണ് പഠിക്കുന്നത്? ഇങ്ങനെ ബഡ് ചെയ്യുകയാണ് നമ്മൾ. പങ്കുവെക്കാൻ, സ്നേഹിക്കാൻ, സഹായിക്കാൻ, കരുണ കാണിക്കാൻ ഒക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? മദർ തെരേസയുടെ ജീവചരിത്രം നിങ്ങൾ വായിച്ചുള്ളപ്പോൾ നിങ്ങൾക്കറിയാം, ആ അമ്മ തൻ്റെ പട്ടിണിയുടെ നടുവിലും തനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം മദർ തെരേസയുടെ അമ്മ വേറൊരു വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ആ വീട്ടിൽ വയ്യാതിരിക്കുന്ന ഒരാളെ കുളിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വൃത്തിയാക്കാനും അദ്ദേഹത്തിന് ഭക്ഷണം വെച്ചു കൊടുക്കാനും ഒക്കെ ആ അമ്മ ശ്രദ്ധിക്കുന്നത് ഈ മദർ തെരേസ തൻ്റെ കുഞ്ഞുനാളിലെ കണ്ടതുകൊണ്ടാണ് അത്രയും വലിയ ഒരു പാവപ്പെട്ടവരോട് കരുണ കാണിക്കുന്ന വലിയൊരു മിഷണറിയും പ്രേക്ഷിതയും വിശുദ്ധയുമായ മദർ തെരേസ മാറിയത്. അതൊരു വിദ്യാഭ്യാസമായിരുന്നു, ക്രൈസ്തവ വിദ്യാഭ്യാസമായിരുന്നു. അതുകൊണ്ട് കുടുംബം ഒരു ദേവാലയം എന്ന പോലെ തന്നെ കുടുംബം ഒരു വിദ്യാലയമാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ പറഞ്ഞു കൊടുത്തും പറഞ്ഞു കൊടുക്കാതെയും നമ്മുടെ കുടുംബം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ദമ്പതികൾ പരസ്പരം പഠിക്കുന്നുണ്ട്, മാതാപിതാക്കൾ മക്കളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, മക്കൾ മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സംശീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിദ്യാലയവുമാണ്, ഒരു നഴ്സറിയുമാണ്. അത് കുടുംബം എന്ന് പറയുന്നത് ക്രൈസ്തവ ദർശനത്തിൽ ഒരു മിഷണറി കൂട്ടായ്മയാണ്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ സൂചിപ്പിച്ചു വെച്ചു, ക്രൈസ്തവ കുടുംബം പ്രേക്ഷിത കുടുംബമാണ്. ക്രൈസ്തവ കുടുംബം മിഷണറി കുടുംബമാണ്. ഈ രണ്ടു പേരായി സുവിശേഷം പറയാൻ ക്രിസ്തു ശിഷ്യന്മാരെ അയച്ചതുപോലെ ഒരു വരൻ വധു അവർ രണ്ടുപേരെയും ചേർത്ത് വെച്ച്, പുരുഷനെയും സ്ത്രീയെയും ചേർത്ത് വെച്ച് ഒരു സുവിശേഷത്തിന്റെ ടീം ബിൽഡ് ചെയ്യുകയാണ്. ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്ന എനിക്ക് കൈത്താങ്ങായി, ശക്തിയായി, പ്രാർത്ഥനയായി, പിന്തുണയായി ക്രിസ്തുവിന്റെ സുവിശേഷം പറയാൻ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരാളെ ദൈവം വിവാഹമെന്ന കൂദാശയിലൂടെ എനിക്ക് തരികയാണ്. എന്തിനാണ് അങ്ങനെ തരുന്നത്? എൻ്റെ ഭൗതികമായ ധാരാളം കാര്യങ്ങൾക്കപ്പുറം ഒരു ക്രൈസ്തവ കുടുംബം അത് മിഷൻ പ്രവർത്തനത്തിലേക്ക്, കർത്താവിനെ അറിയാത്ത മനുഷ്യരിലേക്ക് ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാൻ ഉള്ള ബലവും ശക്തിയും കൃപയും സ്വീകരിക്കാനാണ് ക്രൈസ്തവ ദമ്പതികളായി നമ്മളെ ചേർത്ത് വിളിച്ചത്. നമ്മൾ പലപ്പോഴും അത് മറന്നു പോവുകയാണ്, ബാക്കി കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബം ഒരു പ്രേക്ഷിത കുടുംബമാണ്. മാർട്ടിൻ സെലീന ദമ്പതികളുടെ കുടുംബം പ്രേക്ഷിത കുടുംബമാണ് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത്തരത്തിൽ അവർ ജീവിച്ചു, വളർന്നു. അതിന്റെ പരിണതഫലം ആ കുടുംബം മുഴുവൻ വിശുദ്ധരായി മാറി. പ്രേക്ഷിത കുടുംബമാകുന്ന നമ്മുടെ കുടുംബമാണ് വിശുദ്ധ കുടുംബമായി രൂപപ്പെടുന്നത്. നമ്മുടെ കുടുംബം പ്രേക്ഷിത കുടുംബമാണ്. സെന്റ് അഗസ്റ്റിനെ നമുക്കറിയാം, വഴിതെറ്റി ലോകത്തിന്റെ വഴികളിലൂടെ കടന്നുപോയ അഗസ്റ്റിന്റെ പുറകെ അമ്മ പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു. അതൊരു പ്രേക്ഷിത കുടുംബമായ അമ്മയ്ക്ക്, മോനിക്ക പുണ്യവതിക്ക് അറിയാവുന്നത് കൊണ്ടാണ് മകന്റെ പുറകെ നടന്നത്. ആ നടപ്പും പ്രാർത്ഥനയും പിന്തുണയും അഗസ്റ്റിന്റെ ജീവിതത്തെ മാറ്റിയില്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിയെ ദൈവം നമുക്ക് തന്നത് സുവിശേഷത്തിന് ശക്തമായ, ധീരമായ നിലപാടെടുക്കാൻ നമുക്കുള്ള ബലവും ശക്തിയുമായിട്ടാണ്. അവിടെ കുഞ്ഞുങ്ങൾ വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ടീം ബിൽഡ് ചെയ്യപ്പെടുകയാണ്, കുറച്ചും കൂടെ ശക്തമാവുകയാണ്. കുറച്ചും കൂടെ പേര് പ്രാർത്ഥിക്കാൻ, കുറച്ചും കൂടെ പേര് സുവിശേഷം പറയാൻ വരികയാണ്. അപ്പം കുടുംബം, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് വെറും രണ്ട് ദമ്പതികൾ ഒരുമിച്ച്, കുറച്ച് മക്കളും കൂടി ഒരുമിച്ച് കുറെ കാര്യങ്ങൾ ഭൗതികമായി പഠിച്ചെടുത്ത് ഒരു ജോലിക്ക് പോയി കുറെ സമ്പാദിച്ച് അങ്ങനെ ഭൗതികമായൊന്നല്ല. അതെല്ലാം ചെയ്യുന്നതോടൊപ്പം നമുക്കുള്ള വലിയ ശക്തമായ ഒരു തിരിച്ചറിവ്, എൻ്റെ കുടുംബം പ്രേക്ഷിത കുടുംബമാണ്, മിഷണറി കുടുംബമാണ്.
സജീവമായി ഈ മിഷൻ ദൗത്യം നിർവഹിക്കേണ്ട കുടുംബമാണ്. അവിടെയാണ് നമ്മൾ ഒരുമിച്ച് മറ്റു കുടുംബങ്ങളിലേക്ക് പോകേണ്ടത്, നമ്മുടെ ചുറ്റുമുള്ള മറ്റു കുടുംബങ്ങളോട് സുവിശേഷം പറയേണ്ടത്, ഒരുമിച്ച് നമ്മുടെ കുടുംബം പറ്റുമെങ്കിൽ കർത്താവിനെ അറിയാത്ത പ്രദേശത്ത് പോയി ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ താമസിച്ച് സുവിശേഷം പങ്കുവെക്കേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കുടുംബത്തിനൊരു ദൗത്യമുണ്ടെന്നും നമ്മുടെ കുടുംബം സുവിശേഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നുമുള്ള നല്ല തിരിച്ചറിവിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ വളർത്തേണ്ടതുണ്ട്. അപ്പൊ ഈ ചിന്ത നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ കുടുംബം ദേവാലയമാണ്, വിദ്യാലയമാണ്, ഒപ്പം തന്നെ നമ്മുടെ കുടുംബം പ്രേക്ഷിത കേന്ദ്രം കൂടിയാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് മനുഷ്യർ വരും, വിവിധ ജാതിയിലോ മതത്തിലോ പ്രായത്തിലോ ഉള്ളവർ. അവരോട് നമ്മുടെ കുടുംബത്തിൽ വന്നു കഴിയുമ്പോൾ അവരുടെ ആവശ്യങ്ങളിലൊക്കെ ഇടപെട്ട് വരുന്നതിനിടയിൽ സുവിശേഷം പങ്കുവെക്കുന്ന കാര്യവും നമ്മുടെ കുടുംബം ശ്രദ്ധിക്കണം. അവരുടെ സങ്കടങ്ങളുമായി വരുമ്പോൾ ആ സങ്കടങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ കർത്താവുണ്ടെന്ന് നമ്മുടെ കുടുംബം അവരോട് പറയണം. അവരുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ സാധാരണ മിക്കവാറും എൻ്റെ വീട്ടിൽ ആര് വന്നു പോയാലും ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പറഞ്ഞു വിടുന്നത്. അപ്പൊ എന്തിനാണത്? അത് നമ്മൾ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ കുടുംബം ചെയ്യുന്ന ഒരു പ്രേക്ഷിതത്വമാണ്. നമ്മുടെ കുടുംബത്തിൽ ആര് വന്നു പോകുമ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചു വിടുക, കർത്താവിനെ കുറിച്ച് പറയുക, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ സഹായിക്കാൻ കർത്താവുണ്ടെന്ന് അവരെ ഓർമ്മപ്പെടുത്തുക. അത് ചിലപ്പോൾ ക്രൈസ്തവൻ തന്നെ ആയിരിക്കാം, പക്ഷെ കുറച്ചുകൂടി അവരെ കർത്താവിനോട് ചേർത്ത് പിടിക്കാൻ നമ്മുടെ കുടുംബത്തിനൊരു ഉത്തരവാദിത്വവും ദൗത്യവുമുണ്ട്. അടുത്തൊന്ന്, കുടുംബം ദൈവത്തിന് ജന്മം നൽകി വളർത്തുന്ന ഇടമാണ്. വളരെ മനോഹരമായൊരു ചിത്രമാണത്. ഓരോ കുടുംബത്തിലും ആരാ ജനിക്കുന്നത്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ മനോഹരമായൊരു ചിത്രം, അത് ഈ 229 ബുധനാഴ്ച പ്രസംഗങ്ങളിലൂടെ മാർപ്പാപ്പ പറഞ്ഞാണ്. നിങ്ങളൊരു ഗർഭിണിയായ സ്ത്രീയെ കാണുമ്പോൾ വളരെ ആദരവോടും സ്നേഹത്തോടും വിനയത്തോടും കൂടെ നിൽക്കണം. കാരണം ദൈവം ഉദരത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. എത്ര മനോഹരമായൊരു കാഴ്ചപ്പാടാണെന്ന് വിചാരിച്ചു എനിക്ക്. മാർപ്പാപ്പ എനിക്ക് പറഞ്ഞു വെക്കുന്നത് എന്താണ്? മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത് ദൈവം ഇങ്ങനെ മജീഷ്യനായിട്ട് ചെയ്യുന്നതല്ല. 8-9 മാസക്കാലം ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ താമസിച്ചിട്ട് ദൈവം ഇതിനു മുമ്പ് ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത രൂപത്തിൽ, ഇനി ഒരിക്കലും ഇതുപോലൊരു വ്യക്തി ഉണ്ടാകാത്ത വിധം അത്ര ഐഡന്റിക്കലായിട്ട് ഓരോ വ്യക്തിക്കും ജന്മം നൽകുകയാണ്. ഞാനും ഷൂവും ഐഡന്റിക്കൽ ട്വിന്നാണ്, ഞങ്ങളുടെ ഭാര്യമാർ ഐഡന്റിക്കൽ ട്വിന്നാണ്, എൻ്റെ പിള്ളേർ ഐഡന്റിക്കൽ ട്വിന്നാണ്. എനിക്ക് തന്നെ പലപ്പോഴും മാറിപ്പോകും, പേര് തെറ്റിപ്പോകും. പക്ഷെ അവരുടെ തമ്പ്, അവരുടെ ആധാർ കാർഡ് തമ്പ് വ്യത്യാസമാണ്, അവരുടെ കണ്ണ് വ്യത്യാസമാണ്. ഇത്രയും കൃത്യമായിട്ട് ഈ പറയുന്ന 100 കോടിയിൽ ഈ മനുഷ്യനെ എങ്ങനെ വ്യത്യസ്തമാക്കി? അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ദൈവം താമസിച്ചിട്ട് ദൈവം ചെയ്ത പണിയാന്ന്. അപ്പൊ ഓരോ സ്ത്രീയും ഗർഭിണിയാകുമ്പോൾ എത്രമാത്രം ആഹ്ലാദമാണ് ഉണ്ടാകേണ്ടത്. ദേവാലയത്തിലെ സക്രാരിയിൽ ജീവനുള്ള ദൈവം താമസിക്കുന്നത് പോലെ ഒരു സ്ത്രീയുടെ അതാണ് സ്ത്രീയുടെ മഹനീയത, സ്ത്രീയുടെ മാതൃത്വത്തിന്റെ സമ്പന്നത. അതാണ് മാതാവ് എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ പദവി എന്ന് പറയുന്നത്. അപ്പൊ ദൈവം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ താമസിക്കാനായിട്ട് ആ കുടുംബം എടുക്കുന്ന നിലപാടാണ് ഗർഭധാരണം, അല്ലെ? വാസ്തവത്തിൽ അത് തന്നെയല്ലേ? ദമ്പതികൾ തങ്ങളുടെ വീട്ടിൽ, തങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിന് വന്ന് താമസിക്കാനും ജനിക്കാനുമുള്ള സാഹചര്യം അനുകൂലമാക്കലാണ് യഥാർത്ഥത്തിൽ ഗർഭധാരണം എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ ഏത് സ്ത്രീയാണ് പ്രസവിക്കുന്നതിൽ പുറകോട്ട് പോവുക? അപ്പൊ ഓരോ പ്രാവശ്യവും ഓരോ സ്ത്രീയും ഗർഭിണിയാകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വർദ്ധിതമാവുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ഓരോ കുഞ്ഞും ദൈവത്തിന്റെ സാന്നിധ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്, അത് അണ്ഡവും ബീജവും കൂടിച്ചേരുന്ന ദ മൂമെന്റ് മുതൽ അവസാന ശ്വാസം എടുക്കുന്നത് വരെ ജീവന് പ്രാധാന്യമുണ്ട്. ആ ജീവനെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം അത് ദൈവം നട്ട് നനച്ച് വെള്ളമൊഴിച്ച് 8-9 മാസക്കാലം കൊണ്ട് അതിനെ ഒരു പൂർണ്ണതയിൽ എത്തിച്ചിട്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് നമ്മളെ പറഞ്ഞത്. നമ്മളെ കയ്യിലെടുത്ത ആദ്യത്തെ ആളാരാണ്? ദൈവമാണ്. നമ്മളോട് സംസാരിച്ച ആദ്യത്തെ ആളാരാണ്? ദൈവമാണ്. നമുക്ക് വേണ്ടി പരിചരണമൊക്കെ തന്നതാരാണ്? ദൈവമാണ്. അത് ഗർഭപാത്രത്തിൽ വെച്ചാണ്. അപ്പം ഓരോ ക്രൈസ്തവ കുടുംബത്തിൻ്റെയും വിളി ദൈവം നൽകുന്ന ജീവനെ മുഴുവൻ സ്വീകരിക്കാനുള്ള തുറവി നമ്മുടെ കുടുംബം, ഇന്നൊരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം അതാണ്. നമ്മുടെ കുടുംബം
വാസ്തവത്തിൽ കാലിത്തൊഴുത്താണ്, പുൽക്കൂടാണ്. അമ്മയുടെ ഗർഭപാത്രം ഒരു പുൽക്കൂടാണ്. ആ പുൽക്കൂട്ടിലേക്ക് കുഞ്ഞ് വന്ന് ജനിക്കാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ട് നമ്മൾ അമ്മമാരെ എല്ലാം, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരെയൊക്കെ, സ്ത്രീകളെ മുഴുവൻ നമ്മൾ ബോധപൂർവം ഓർമ്മപ്പെടുത്തേണ്ട കാര്യമുണ്ട്. നമ്മൾ ശ്രേഷ്ഠമായ ഒരു ദൗത്യ നിർവഹണത്തിലാണ്. അത് സ്ത്രീയുടെ മാത്രം കഴിവുകൊണ്ടല്ല, ആ പുരുഷന്റെയും ജീവിത പങ്കാളിയുടെയും കൂടെ ഒരുമിച്ചുള്ള സ്നേഹത്തിന്റെ അതിശ്രേഷ്ഠമായ ആ ദൗത്യ നിർവഹണത്തിന്റെ ശ്രേഷ്ഠമായ ഫലമാണ് കുഞ്ഞെന്ന് പറയുന്നത്. അപ്പം സഭ പഠിപ്പിക്കുന്നത് സ്നേഹവും ജീവനും വളരുന്നത് ഇതിലൂടെയാണ്. അപ്പം ചിലപ്പം നമ്മൾ സഭയുടെ ഡോക്യുമെന്റ് ഒക്കെ പരിശോധിക്കുമ്പോൾ അതിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളില്ലേ? പക്ഷെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഉണ്ടായിരിക്കുമ്പോഴും അവരുടെ ദാമ്പത്യ ധർമ്മ നിർവഹണം ജീവനിലേക്കും സ്നേഹത്തിലേക്കും തുറന്നു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയ ആ ദാമ്പത്യ ധർമ്മ നിർവഹണം, അത് ഒരു ദൈവത്തിന് ജന്മം നൽകാൻ മാത്രം ശ്രേഷ്ഠമാണ്, ശക്തമാണ്, ജീവദായകമാണ്. ഓരോ കുഞ്ഞിനെയും നമ്മളിവിടെ കേരളത്തിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ നോക്കുന്ന പീയൂസ് തോമസ് ചേട്ടനുണ്ട്, കേട്ടിട്ടുണ്ടാകുമായിരിക്കും. ആ തോമസ് ചേട്ടൻ്റെ വീട്ടിൽ വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ ആ മനുഷ്യന് സുഖമില്ലാത്തൊരു കുഞ്ഞിനെ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്, ആ കുഞ്ഞിനെ നോക്കാൻ കഴിയുന്ന ആളെ കർത്താവ് തേടി കണ്ടുപിടിച്ച ആ ദമ്പതികൾക്ക് ദൈവം നൽകിയതാണ്. പല പ്രത്യേകതകളും കുറവുകളും പരിമിതികളുമുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ജനിക്കാം. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട ആ കുഞ്ഞിനെ നോക്കാൻ കഴിയുന്ന ഒരാളുടെ കയ്യിലാണ് ദൈവം ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങൾ, അത് ദൈവത്തിൻ്റെ കുഞ്ഞിനെ ദൈവം നോക്കാൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന് പറ്റുമെന്ന് നമുക്കറിയാം. എനിക്ക് ദൈവം 6 കുഞ്ഞുങ്ങളെ ഇന്ന് തന്നത്, ഈ 6 പേരെയും ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അത് എൻ്റെ മക്കളൊന്നുമല്ല, എൻ്റെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ ബലം കൊണ്ടോ ഉണ്ടായതൊന്നുമല്ല. പക്ഷെ ദൈവം തന്നതാണ്. അത് ദൈവം നോക്കുന്നത് പോലെ, ദൈവം പരിചരിക്കുന്നത് പോലെ, ദൈവം ചേർത്ത് പിടിക്കുന്നത് പോലെ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അവരെ വളർത്താൻ ദൈവം എന്നെ ചുമതലപ്പെടുത്തിയതാണ്. ഞാൻ സ്വർഗത്തിൽ പോകാൻ ഈ ദൗത്യം ചെയ്താൽ മതി. പക്ഷെ ആ ദൗത്യം വെറുതെ എന്തെങ്കിലും പിള്ളേരെ പഠിപ്പിക്കുക, ജോലി മേടിക്കുക, ഭൗതികമായി ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ല. അത് ആവശ്യമാണ്. സഭ ഡോക്യുമെന്റ്, രണ്ടാം വത്തിക്കാൻ കൗൺസിലും സഭയുടെ പ്രബോധനങ്ങളെല്ലാം പറയുന്നുണ്ട്, മാതാപിതാക്കളുടെ വലിയ ഗൗരവമേറിയ ഉത്തരവാദിത്വമാണ് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുക. അത് ആത്മീയമായ വിദ്യാഭ്യാസവും ഭൗതികമായ വിദ്യാഭ്യാസവും. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് വന്നു? ആത്മീയമായ വിദ്യാഭ്യാസത്തെ പാടെ അവഗണിച്ചിട്ട് ഭൗതികമായ വിദ്യാഭ്യാസത്തിലേക്ക് പോയി. ആത്മീയമായ വിദ്യാഭ്യാസം ഇല്ലാതെ ഭൗതികമായ വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ അത് അപകടമുണ്ടാകാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ചും കൂടി നമ്മുടെ അടുത്ത തലമുറയൊക്കെ, ഇത് കേട്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അങ്ങനെ പറ്റുമെന്ന് അറിയത്തില്ല, അടുത്തൊരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ഒരുങ്ങാൻ പറ്റുമോ? അടുത്തൊരു കുഞ്ഞിന്, നമ്മുടെ മക്കളാകാം, മരുമക്കളാകാം, അവരെ ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കാനുള്ള ഒരു ശക്തീകരണം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട് ഓരോ കുഞ്ഞും ദൈവമാണ് അതിനെ സ്വീകരിക്കുന്ന ഒരു തുറവയിലേക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് വളർത്താൻ നാം ശ്രദ്ധിക്കണ്ടേ? ദൈവം നമ്മോടത് ആവശ്യപ്പെടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് കൊടുത്ത, ആദ്യ ദമ്പതികൾ കൊടുത്ത വലിയ അനുഗ്രഹമാണ്, നിങ്ങൾ പെറ്റുപെരുകി സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് ഭൂമി കീഴടക്കുവിൻ. ആ കൽപ്പന ഓരോ ദമ്പതികളിലേക്കും ഇന്നും ദൈവം കൈമാറുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ദമ്പതികളെ, പ്രത്യേകിച്ച് യുവദമ്പതികളെ, നമ്മുടെ വീട്ടിൽ നിന്ന് വിവാഹത്തിനായി ഒരുങ്ങുന്നവരെയൊക്കെ ഇത്തരത്തിൽ ക്രൈസ്തവ കുടുംബ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ദൈവം അവർക്ക് നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കാനും അവർക്ക് വേണ്ടി ജീവിതത്തിൻ്റെ സ്നേഹപൂർണമായ നിലപാടെടുക്കാനും അവർക്ക് വേണ്ടി അധ്വാനിക്കാനുമുള്ള വിളി ക്രൈസ്തവ ദമ്പതികളുടെ വിളിയാണ്. 1 2 3 ഒന്നും പരിമിതപ്പെടുത്തേണ്ടതല്ല ഈ ദാമ്പത്യ ജീവിതം. അത് ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കുന്നതിലേക്ക് തുറവിയുള്ള ഒരു ജീവിതത്തെ നാം കൊണ്ടുപോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് സമയം നമുക്ക് 7 മണി, ഇവിടെ 7 മണിയായി. ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ, നമ്മൾ ജീവിക്കുന്നത് കേവലം ഒരു 4 ചുമരുകൾക്കുള്ളിലെ എല്ലാവരും വിളിക്കുന്ന വീട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്തല്ല.
മറിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ജന്മമെടുത്ത് ദൈവം ഭൂമിയിൽ നട്ടുനനച്ച് വളർത്തി വലുതാക്കുന്ന ദൈവ കുടുംബം എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ ഒരു ജീവിത ദൗത്യത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതാണ് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ ദൈവവിളി. മറ്റെല്ലാ ദൈവവിളികളുടെയും ജന്മമെടുക്കുന്ന ഇടമായ മറ്റെല്ലാ അതിശ്രേഷ്ഠമായ ജീവിത ദൗത്യങ്ങളെയും രൂപപ്പെടുത്തിയെടുക്കുന്ന ദൈവത്തിൻ്റെ മനസ്സിലുള്ള ഈ ലോകത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ സ്വപ്നങ്ങളെ ഈ ലോകത്ത് കൊണ്ടുവന്ന് വിരിയിച്ച് ഈ ലോകത്തെ ദൈവകുടുംബമാക്കാൻ സഹായിക്കുന്ന മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്ന അതിശക്തമായ ഇടമാണ്. നാളത്തെ ഈ ലോകം സുന്ദരമായ സ്വർഗമായി പണിതുയർത്താൻ ഇന്ന് നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞ് കാരണമാക്കണം. നാളത്തെ മനുഷ്യരൊക്കെ ദൈവത്തെ കാണാൻ തക്കവിധം അവരുടെ കണ്ണുകളും കാതുകളും ഹൃദയങ്ങളും തുറക്കാൻ ശക്തരായ ദൈവത്തിൻ്റെ ശക്തിയുള്ള ആയുധങ്ങളായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മനുഷ്യർ രൂപപ്പെട്ടു വളരണം. നമ്മുടെ സഭയെ ലോകത്തിന് മുമ്പിൽ പ്രകാശമാക്കുന്ന അതിശക്തമായ ആയുധമാണ് നമ്മുടെ കുടുംബത്തിലെ ഓരോ മനുഷ്യരും. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ, ആ സഭയുടെ ജീവിത ദൗത്യങ്ങളിൽ ജീവിതം ചേർത്ത് വെച്ച് ആ സഭയെ പണിതുയർത്താൻ അസീസിയെ പോലെയും മറ്റു വിശുദ്ധരെ പോലെയും സഭയോടുള്ള അത്യഗാധമായ സ്നേഹം കൊണ്ട്, ക്രിസ്തുവിനോടുള്ള ആഴമുള്ള ബന്ധം കൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യരുടെ മുറിവുകളും വേദനകളും വെച്ചുകെട്ടി അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ മുറിവുകളിൽ ചുംബിച്ച്, അസീസി ചുംബിച്ചപ്പോൾ കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറിയതുപോലെ ഭാര്യ ഭർത്താവിനെ ചുംബിക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയെ ചുംബിക്കുമ്പോൾ, മാതാപിതാക്കൾ മക്കളെ ചുംബിക്കുമ്പോൾ, മക്കൾ മാതാപിതാക്കളെ ചുംബിക്കുമ്പോൾ ജീവിതത്തിൻ്റെ കുഷ്ഠമെന്ന പോലെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് അനീതികളെയും അക്രമങ്ങളെയും തുടച്ചു മാറ്റാൻ കഴിവുള്ള ഒരിടമാണ് നമ്മുടെ കുടുംബം എന്ന് നമുക്ക് ഓർക്കാം.